വലിയ പ്ലെയിൻ എന്താ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. എല്ലാ വീഡിയോയിലും ഞാൻ ഇത് തന്നെയാണ് പറയണം, പക്ഷേ ഇത് ശരിക്കും സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനാളും മുമ്പത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോവാണ്, ഷോപ്പിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോലെ തന്നെ നാട്ടിൽ പോവാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ഇത് പ്ലെയിനിൽ കയറി. അപ്പോൾ സോ എക്സൈറ്റഡ് ആണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും. ഉണ്ണികളുടെ കാര്യം പ്ലെയിൻ കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് അവർക്ക്. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്ക് സംബന്ധിച്ചിടത്തോളം 1 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പോണത്. അപ്പോൾ പ്രവാസികളായ എല്ലാവർക്കും അറിയാം, നാട്ടിൽ പോകുമ്പോഴത്തെ നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഹാപ്പി, അതൊക്കെ പറയാണ്ട് തന്നെ നമുക്കറിയാമല്ലോ. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട്, എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അവരായിട്ട് ചിലവഴിക്കാനും ഒക്കെ പറ്റിയ നല്ല നിമിഷങ്ങളും മൊമെൻറ്റ്സൊക്കെ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ട്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പ്ലെയിനിലിരിക്കുകയാണ് കേട്ടോ. പ്ലെയിനിൽ അപ്പോൾ ഇപ്രാവശ്യം ഇവർ നല്ല മക്കളായിട്ട് ഇരിക്കുന്നുണ്ട് സീറ്റിൽ. ഒരു കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല കുട്ടികളായിട്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇവർക്ക് 2 വയസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അവർക്ക് ഭയങ്കര ആ സൗണ്ട് വരുമ്പോൾ പേടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അവർ എൻ്റെ മടിയിൽ നിന്നേ ഇറങ്ങണ്ടായിരുന്നില്ല. ഒരാൾ ചേട്ടൻ്റെ മടിയിൽ നിന്നും ഇറങ്ങണ്ടായിരുന്നില്ല, ഒരാൾ എൻ്റെ മടിയിൽ നിന്നും തോളത്തൊന്നും ഇറങ്ങണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളെപ്പോഴും ഈ നൈറ്റ് ടൈമിൽ തന്നെ അടുക്കാറ്. കാരണം എന്തായാലും ഉണ്ണികൾ ഉറങ്ങുമല്ലോ, പ്രശ്നങ്ങൾ അലമ്പ് ഉണ്ടാക്കാണ്ട് നമുക്ക് ഇരിക്കാമല്ലോ, നമ്മുടെ മേത്ത് കിടന്നാലും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ ടൈമിലാണ് എടുക്കാറ്. അപ്പോൾ പ്ലെയിനിൽ പോവാ അപ്പാപ്പനെയും അമ്മാമ്മനെയും കാണാനല്ലേ? അപ്പാപ്പനെയും അമ്മാമ്മനെയും കാണണ്ടേ? ഇതെന്തിട്ടത്? ബെൽറ്റ് ഇട്ടുണ്ടാ? സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടാ? വാവ് കുട്ടൂസ് നിന്റെ അമ്മയുടെ അടുത്ത് ഇരിക്കണം. വിൻഡോ സീറ്റ് തന്നെ ആയതുകൊണ്ട് നന്നായി വീഡിയോ ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റി. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പക്ഷെ പകൽ കാണുമ്പോൾ ഇതിനാളും ഭംഗി ഉണ്ടാവും. പക്ഷെ ഞങ്ങളെപ്പോഴും ഇങ്ങനെ നൈറ്റിലാണ് ഞങ്ങൾ എടുക്കുക. ഉണ്ണികൾക്ക് കംഫർട്ടബിൾ ആയിക്കോട്ടെ, അവർ ഉറങ്ങിക്കോളും എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ശരിക്കും വിൻഡോ സീറ്റ് കിട്ടാൻ കാരണം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും അപ്പൂസും ഇരിക്കണ സീറ്റിൽ പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പുറത്ത് സീറ്റ്. ഹലോ അപ്പൂസ്, ഹായ് പറഞ്ഞ.
പിന്നെ നമുക്ക് ഫുഡൊക്കെ വന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സാൻഡ്വിച്ചാണ്, ചിക്കൻ ടിക്ക സാൻഡ്വിച്ചായിരുന്നു അത്. പിന്നെ ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് സ്നാക്ക് ബോക്സ് പോലെ കിഡ്സ് ബോക്സ് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്യണ സമയത്ത്. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചും അതിൽ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കിഡ്സ് ബോക്സിൽ. അപ്പോൾ അതാണ് അവൻ കുടിക്കണേ കേട്ടോ. അതൊക്കെ കുടിച്ച് പിന്നെ ഡ്രോയിങ് ബുക്ക് ഉണ്ടായിരുന്നു, കുഞ്ഞൊരു ഡ്രോയിങ് ബുക്ക്, പെൻസിൽ, കളർ പെൻസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വരച്ചിരുന്നു, കുറേ നേരം ഇരുന്നു കേട്ടോ. നല്ല മക്കളായിട്ട് ഇരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കളികളും കാര്യങ്ങളൊക്കെ നാട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ നാട്ടിലെത്തിയിട്ട് ഇതിലും നല്ല കിടിലം വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.